ഹലോ, അങ്ങനെ നമ്മുടെ അനീഷേട്ടന് 10 ലക്ഷം കിട്ടിയിട്ടോ. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ചെറിയൊരു വീഡിയോ. മാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും. ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്ന പ്രശ്നം, കാരണം അത്ര ഹ്യൂജ് എമൗണ്ട് ഒന്നുമില്ല. PR ഉണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നുണ പറയുന്നതും ഫേക്ക്നെസ്സും കാണിക്കുന്നതാണ് ഇദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടപ്പെടാത്ത, എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് ഒരു കാര്യം. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യം ഗെയിം നോക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, അക്ബർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ പേഴ്സണലി കയറി അറ്റാക്ക് ചെയ്യാണ്ട് ക്യാരക്ടറിനെ കുറ്റം പറയാണ്ടുള്ള ഒരു ഗെയിം അവിടെ കളിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ആ ഒരു ഗെയിം മൈൻഡോടുള്ള ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ക്യാപ്റ്റൻസി എങ്ങനെ കിട്ടി നമുക്കറിയാം. അപ്പോൾ അനുവിനെ കുറ്റം പറയുന്ന ഒരാളുടെ ഫേക്ക്നെസ്സും കൂടി അറിയാം. ഒരു സ്ത്രീ വിരോധിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഫേക്ക്നെസ് നിന്ന ഒരാൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവിനെ ഇഷ്ടപ്പെടാം. പക്ഷെ നിങ്ങളുടെ വ്യൂ പോയിന്റ് കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നല്ലൊരു ഗെയിമർ നിലയ്ക്ക് ഈ സീസണിലെന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും നെവിൻ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ. ഈ 4 പേരും എന്തായാലും ഡിസേർവിങ് ആയിരുന്നു ടോപ്പ് 4 ആണ്. അപ്പോൾ ഈ സീസണിലാണ് കൂടുതൽ സമ്മാനങ്ങളെല്ലാം കിട്ടിയത്. നല്ലൊരു ഇതും കൂടിയാണ് അത്. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അടുത്ത സീസണിൽ അത് ഇങ്ങനെ തുടർന്ന് പോട്ടെ. അപ്പോൾ ഇതൊരു ഗെയിം ഷോ ആണ്. ഇത് അങ്ങനെ നോക്കിക്കാണുക എല്ലാവരും. കാരണം അത് കഴിഞ്ഞാൽ അത് വിടുക. അതിപ്പോൾ കണ്ടസ്റ്റൻസ് ആയാലും നമ്മുടെ ജനങ്ങളായാലും എല്ലാവരും. കാരണം ഇത് നമ്മൾ ഒരു ടൈം പാസിന് വേണ്ടി കാണുക. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം കാണുമ്പോൾ പോസിറ്റീവ് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കുക, നെഗറ്റീവ്നെസ് ആണെങ്കിൽ അവിടെ വിടുക. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവർക്കൊന്ന് തല്ലുകൂടി പിടിക്കുക, ഒരു സെലിബ്രിറ്റീസിന് വേണ്ടി തല്ല് പിടിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു സംഭവം കാണും, നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അത് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ അനീഷേട്ടന് 10 ലക്ഷം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ ഷോ കാണുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു വിഷമം. കാരണം സെക്കൻഡ് വരുന്ന ആൾക്കൊന്നും കിട്ടുന്നില്ല, ഫസ്റ്റ് വന്ന ആൾക്കാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇതായി. പക്ഷേ ആ സ്റ്റേജ് വെച്ച് കൊടുക്കാത്തതിൽ വിഷമമുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. താങ്ക് യു.